മേ ബി ഇപ്പം ടെക്നിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും ടെക്നിക്കലാണ് ഇത് RRBJയുടെ മെയിൻ ആത്മാവെന്ന്. പക്ഷെ അതല്ല. ഇതിന് ബേസിക്കായിട്ട് 2 ഭാഗങ്ങളും നമ്മൾ നല്ല വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫൈനൽ ലിസ്റ്റിലോട്ട് വരാൻ പറ്റുള്ളൂ. ഈ RRBയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് 2 എഴുതാൻ പറ്റും. ആ ക്വസ്റ്റിന് പഠിച്ചതെല്ലാം അവിടെ അങ്ങ് തീരും. അത്രയെന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റിന് എല്ലാം പ്രീവിയസ് ഇയർ മൊത്തം എന്തായാലും ക്വസ്റ്റ് ഇടുന്നത് നിത്യാമിസ് എല്ലാവരുമാണ്. അപ്പോൾ അവരെല്ലാം പ്രീവിയസ് ഇയർ കൂടുതൽ. അപ്പം പ്രീവിയസ് ഇയറിനകത്ത് ഓരോ ചെറിയ ചോദ്യങ്ങളും പലവട്ടം ചോദിച്ച ചോദ്യങ്ങളും അതെല്ലാം നല്ല എഫേർട്ട് ഇട്ട് തന്നെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് പറ്റത്തില്ല, നമ്മൾ പഠിക്കാൻ വന്നതല്ലേ, നടക്കുമോ? പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊന്ന് നമ്മൾ അവിടെ വരുന്ന പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാറ്. അതിനുവേണ്ടിയാണ് പരിപാടികൾ നടത്തുന്നത്. ഒരു റെയിൽവേ ജൂനിയർ എഞ്ചിനീയറായി കയറാൻ പോകുന്ന ഒരാളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ദിശ അക്കാഡമിയുടെ തന്നെ സ്വന്തം സ്റ്റുഡൻ്റ് ആയ ദിശ അക്കാഡമിക്ക് ഏറെ അഭിമാനത്തോടുകൂടി പരിചയപ്പെടുത്താൻ കഴിയുന്ന നിഖിൽ രാജിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമസ്കാരം നിഖിൽ. നമസ്കാരം. നിഖിലിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നിഖിൽ. ഞാൻ കുളക്കടയിൽ നിന്ന് വരുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനുണ്ട്. ഞാൻ ബിടെക്കും എംടെക്കും കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദിശയെപ്പറ്റി അറിയുന്നതും ദിശയിൽ വരുന്നതും. നമുക്ക് കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരിക്കും നല്ലത്. അതായത് നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കുന്നതിന് മാറി, കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് നിഖിൽ ദിശയിലോട്ട് എത്തിയത്, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ അവിടെ തന്നെ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. എങ്ങനെയാണ് ദിശയിലോട്ട് എത്തിയത്? ഞാൻ എംടെക് കഴിഞ്ഞിട്ട് ഉടനെ പഠിപ്പിക്കാൻ കയറിയായിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവിടെ പഠിപ്പിക്കാൻ കയറി. അപ്പം പഠിപ്പിക്കാൻ കയറിയ സമയത്താണ് ഈ RRBJ അതുപോലെ ടെക്നിക്കലായിട്ടുള്ള പരീക്ഷകൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. എംടെക് കഴിഞ്ഞ ഏത് കോളേജിലാണ് കയറിയത്? ശ്രീബുദ്ധയിൽ ഒരു വർഷം വർക്ക് ചെയ്തു, ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടെക്നിക്കൽ എക്സാമുകൾ നമുക്കപ്പോൾ സൗണ്ടായിട്ട് നിൽക്കുമായിരിക്കും. ടെക്നിക്കൽ കുറച്ചുകൂടെ പഠിക്കാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ RRBJ പോലെ എക്സാം വിളിച്ചത്. പക്ഷെ ആദ്യത്തെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അറിയാം, പക്ഷേ നോൺ ടെക്നിക്കൽ എനിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നോൺ ടെക്നിക്കൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റീഷൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു ഒത്തിരി ഗ്രൂപ്പുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എത്ര അറിയാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലായിടത്തും നടന്നായിരുന്നു. അപ്പം കൊല്ലത്ത് പോയി, അങ്ങനെ കുറേ സ്ഥലത്ത് പോയി. അങ്ങനെ ഞാൻ ഇവിടെ ദിശയിൽ വന്ന് ജോയിൻ ചെയ്തപ്പോൾ കുറേ ഫാക്കൽറ്റീസും കുറേ ക്ലാസ്സും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഒരു ക്ലാസ്സിന് ഇരുന്ന് നോക്കി. അന്ന് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീരാഗ് സാർ ജോഗ്രഫി ക്ലാസ്സാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ ചെന്ന് ജോഗ്രഫി ക്ലാസ് കിട്ടും. അപ്പം എനിക്ക് മനസ്സിലായി നല്ല ക്ലാസ്സാണ്. അപ്പം ഞാൻ അടുത്ത മാസം തൊട്ട് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാം റെഡിയാക്കി. അങ്ങനെ അവിടെ ജോയിൻ ചെയ്യും. എനിക്കൊന്ന് നിഖിൽ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതിയാണ് അക്കാഡമിയിലോട്ട് വന്നത്. ഓക്കെ, അപ്പം അക്കാഡമിയിൽ പൊതുവെ കിട്ടിയ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിഖിലിന്? എല്ലാ ക്ലാസ്സുകളും, അതായത് മാത്സ്, റീസണിങ്, പ്രത്യേകിച്ച് നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകളെല്ലാം വളരെ, നിങ്ങളിപ്പം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണല്ലോ, അപ്പോൾ വളരെ പുതുതായിട്ട് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളായിരിക്കും എല്ലാ സബ്ജക്ട്സും. അപ്പോൾ എല്ലാ സബ്ജക്ട്സും എങ്ങനെ ഫീൽ ചെയ്തു? ആദ്യം എൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് ഞാൻ ആദ്യം ഒന്ന് വ്യക്തമാക്കി. എന്നിട്ട് നല്ല ഏതൊക്കെ ചാപ്റ്ററുകൾ നമുക്ക് നല്ലോണം പഠിച്ചാൽ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഏതൊക്കെയാണ് നമുക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിന് വരുന്നത് പഠിക്കാനായിട്ട്. അപ്പം ബേസിക്കായിട്ട് ഞാൻ എനിക്ക് ഇവിടെ കിട്ടിയ നല്ല ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ ക്ലാസ് ഇന്ന് വരെ എല്ലാ പോർഷനും കവർ ചെയ്തിട്ടുണ്ട്. ദിശയിൽ ഋഷിയ മിസ് ഫിസിക്സ്, കെമിസ്ട്രി, വിഭു സാറിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അദീന മിസ് കെമിസ്ട്രി, ബയോളജി, ഋഷിയ മിസ്. ഇത് ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എവിടും കവർ ചെയ്യാതെ എല്ലായിടവും ഇവിടെ മാത്രമാണ് ഫുൾ കവർ ചെയ്തത്. ഞാൻ വേറെ കോഴ്സുകൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രമേ എല്ലായിടത്തും നോക്കുമല്ലോ. അപ്പം എങ്ങനെ വന്നാലും ഒരു എക്സ്ട്രാ മാർക്ക് കിട്ടാനുള്ളൊരു എഫേർട്ട് ഇവിടുത്തെ മിസ്സുമാർ സയൻസിൻ്റെ ബേസിക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ ടെക്നിക്കലായിട്ടുള്ള പൊളിറ്റി ഗീതു മിസ്, അതിന് മാത്സ് അതുല്യ മിസ്, പിന്നെ അതുപോലെ ഈ ഈവനിങ് സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈവനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ നിത്യ മിസ്. അതെല്ലാം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ആ ഈവനിങ് സെഷനകത്ത് തന്നെ കുറേ ചോദ്യങ്ങൾ എനിക്ക് നോൺ ടെക്നിക്കലി കിട്ടിയിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു എഫേർട്ടും എനിക്ക് സത്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ പഠിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു മടുപ്പ് വരാതെ അത് നമുക്ക് ആ എക്സാം വരപ്പാൻ പറ്റി. എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് നിഖിലിനെയും അല്ലെങ്കിൽ നിഖിലിന്റെ ഫ്രണ്ട്സിനെയും പറയാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ അക്കാഡമിയിൽ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ വന്നിരുന്ന് പഠിച്ചു എന്നുള്ളതാണ്. അത് പല വിദ്യാർത്ഥികളും ആ സ്പിരിറ്റ് നഷ്ടപ്പെടുത്തി പോകും. പക്ഷേ നിങ്ങൾ ആ സ്പിരിറ്റ് വിടാതെ പഠിച്ചു എന്നുള്ളത് നിങ്ങളുടെ സക്സസിന് വലിയൊരു കാരണമായിട്ടില്ലേ? അതെ, അതെനിക്ക് പറയണമെന്നുള്ളത്, ഇപ്പോൾ ഏതെങ്കിലും ക്യുസ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വെക്കുക. അപ്പം തന്നെ ഞാനും ഹരിശങ്കർ, ഇപ്പോൾ ALP ഹരിശങ്കർ, ഞങ്ങളൊരു ഗ്രൂപ്പ് ആവും.
അങ്ങനെ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ മാക്സിമം എഫേർട്ട് ഇടും. ഇപ്പോൾ അതുവരെയുള്ള ഇപ്പം നമ്മൾ ഉള്ളപ്പോൾ 3 ക്വിസ് നടന്നിട്ടുണ്ട്. ആ 3നും ഫസ്റ്റ് വരാൻ തന്നെയാണ് ഞങ്ങൾ പഠിച്ചത്. ആ 3നും ഫസ്റ്റ് വന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ട് ഞങ്ങൾ ഇടുക. അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ അത് എന്തോ പഠിച്ചോ അതങ്ങ് തീരും. ആ ക്വിസിന് പഠിച്ചതെല്ലാം അവിടെ അങ്ങ് തീരും. അത്രയെന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ക്വിസിന് എല്ലാം പ്രീവിയസ് ഇയർ മൊത്തം എന്തായാലും ക്വിസ് ഇടുന്നത് നിത്യാമിസ എല്ലാവരുമാണ്. അപ്പോൾ അവരെല്ലാം പ്രീവിയസ് ഇയർ കൂടുതൽ. അപ്പോൾ പ്രീവിയസ് ഇയറിനകത്ത് ഓരോ ചെറിയ ചോദ്യങ്ങളും പലവട്ടം ചോദിച്ച ചോദ്യങ്ങളും അതെല്ലാം നല്ല എഫേർട്ട് ഇട്ട് തന്നെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ ഈ എക്സാം സ്പിരിറ്റിൽ അതായത് ഒരു അധ്യാപകനായിട്ട് നിന്നിട്ട് പെട്ടെന്നൊരു സ്റ്റുഡന്റ് ആയി മാറുകയും എന്നാൽ ആ ഒരു ഗ്രൂപ്പ് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് തന്നെ അക്കാഡമിയിൽ വന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ഒരു എനർജിയിൽ തന്നെ പഠിച്ചത് നിങ്ങൾക്കത് അവസാനം വരെ ജോലി ഇപ്പോഴും അക്കാഡമിയിൽ വരുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പൊ ആ ഒരു എനർജി ലാസ്റ്റ് വരെ കീപ്പ് ചെയ്തത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു അല്ലേ? ചെയ്തു സാർ, അതുപോലെ ചെയ്തു. അത് എനിക്ക് അത് എന്ന് പറയുമ്പോൾ ഇവർ പഠിത്തത്തിൽ മാത്രമൊന്നുമല്ല. ഇപ്പൊ അക്കാഡമിയിൽ ലാസ്റ്റ് 2024 നടന്ന ഓണപരിപാടിയിൽ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ദിശ പ്രോഗ്രാമിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും ഞാൻ ആ ചോദിച്ച ചോദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ചോദിച്ചു നിഖിൽ എന്താണ് ഉദ്ദേശം? എനിക്ക് അടുത്ത വർഷം ഒരു ജോലി കിട്ടണം, ജോലി കിട്ടിയിട്ട് ഒരു കല്യാണം കഴിക്കണം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിഖിൽ പറഞ്ഞത്. എനിക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലും സ്ട്രോങ് ആയിരുന്നു, പഠിക്കുന്ന കാര്യത്തിൽ സ്ട്രോങ് ആയിരുന്നു. ആ മൈൻഡ് അങ്ങനെ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ പല വിദ്യാർത്ഥികളിലും കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരങ്ങ് ഡൗൺ ആവും. പെട്ടെന്ന് വരുന്ന ഒരു 3-4 മാസത്തെ ഒരു എനർജി അവർക്ക് ഉണ്ടാവത്തുള്ളൂ. ആ മൈൻഡിനെ അങ്ങനെ കീപ്പ് ചെയ്ത് ഈ നിമിഷം വരെയും അങ്ങനെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് ഞാനും ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകളോട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ആ മൊമെന്റുകൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട്. ഇപ്പം പലരും പറയും ഇപ്പം ഒരു ആഴ്ച ഞങ്ങൾ പോവും, അങ്ങനെ ഞാൻ പറയുന്ന കുറെ പേരെ കണ്ടുണ്ട്. ഈ ഓണത്തിന്റെ നമുക്ക് ഒരു ആഴ്ച നല്ല പ്രോഗ്രാം അല്ലേ അവിടെ, ഈ നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്ത് തരും ഓരോ പരിപാടികൾ പങ്കെടുക്കാനും. അങ്ങനെ കുറെ പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഞാനില്ല, എനിക്ക് ഇത് നമുക്ക് പറ്റത്തില്ല, നമ്മൾ പഠിക്കാൻ വന്നതല്ലേ, നടക്കുവോ? പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊന്ന് നമ്മൾ അവിടെ വരുന്ന പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാം. അതിനുവേണ്ടിയാണ് പരിപാടികൾ നടത്തുന്നത്. അല്ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അങ്ങനെ ഒരു പരിപാടി, ഇപ്പൊ ദിശയെ പോലൊരു പരിപാടി അങ്ങനെ നടത്തിയിട്ട് പുതിയ ആളെ കിട്ടുമെന്നൊന്നും അല്ല അവരുടെ ലോജിക്ക്. അതൊരു അവിടെ എല്ലാവരും ഒന്നിപ്പിക്കാനും ഒക്കെ നമ്മൾ ഗ്രൂപ്പായിട്ടായിരുന്നു ഓരോ. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ഒരു നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു സത്യം. നിങ്ങൾ ടൂർ പോയതും എനിക്ക് ഓർമ്മയുണ്ട്. ഈ ബോറടിക്കുന്ന ടൈമുകളിൽ അടുത്ത പരിപാടി നിങ്ങൾ പ്ലാൻ ചെയ്യും അല്ലേ? അത് നമുക്ക് അങ്ങനെ ഫുൾ ടൈം പഠിച്ച് ഇരിക്കുമ്പോൾ നമുക്കും തോന്നും ഒന്ന് അതിൽ നിന്ന് വെളിയിൽ ചാടാം. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് സാർ. അപ്പോൾ അത് ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒക്കെ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയൊരു സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു അതൊക്കെ. ദെൻ ഇനി എനിക്ക് പറയാനുള്ളത് നമുക്ക് തിരിച്ച് RRB ജെയിലോട്ട് വരാം. ഇന്റർവ്യൂ RRB ജെയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ RRB ജെയ് തുടങ്ങുന്ന ആളുകൾക്ക് എന്തായിരിക്കും, ഇപ്പം ഈ വർഷവും വീണ്ടും RRB ജെയ് വിളിക്കുന്നുണ്ട്, എന്തായിരിക്കും നിഖിലിന് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസുകൾ എന്തൊക്കെയായിരിക്കും? അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബേസിക് ആയിട്ട് ടെക്നിക്കൽ, മേ ബി ഇപ്പം ടെക്നിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും ടെക്നിക്കലാണ് ഇത് RRB ജെയുടെ മെയിൻ ആത്മാവെന്ന്. പക്ഷെ അതല്ല. ഇതിന് ബേസിക്കായിട്ട് 2 ഭാഗങ്ങളും നമ്മൾ നല്ല വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫൈനൽ ലിസ്റ്റിലോട്ട് വരാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ ബേസിക്കായിട്ട് ബേസിക് സയൻസ്, മാത്സ്, റീസണിങ് ഉള്ള മെയിൻ സബ്ജക്റ്റുകളാണ്. അതിന് നമ്മൾ എത്രത്തോളം എഫേർട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് വേണം ടെക്നിക്കലി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഫസ്റ്റ് ടയറിന് ഒരു 80 മാർക്കാണ് ഏറ്റവും ടോപ്പ് പോസ്റ്റിന് വേണ്ടിയിരുന്നത്. അതിന് തന്നെ ക്ലിയർ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള പോസ്റ്റുകൾ നമ്മൾ ഓൾറെഡി ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ അതിന് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 പേരുടെ ഒഴിവാണ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ, അതിൻ്റെ 3 ഇരട്ടി 15 പേരെ എടുക്കത്തുള്ളൂ. ആ 15 പേരും മേ ബി SSCക്ക് പഠിക്കുന്നവരായിരിക്കും, SSCയിൽ, CGL അതുപോലുള്ളതിനെ പഠിക്കുന്നവർ. അവർ ടെക്നിക്കലി സൗണ്ട് ആവണമെന്നില്ല. അപ്പോൾ അതിൽ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കലി കുറച്ച് പഠിച്ചാലും ആ 15 പേരുമായിട്ട് കോമ്പറ്റീഷൻ വരുന്നുള്ളൂ. അപ്പോൾ അതൊരു ഭയങ്കര ഫാക്ടറാണ്. ഇപ്പോൾ എനിക്കായാലും അതൊരു വലിയ ഫാക്ടറായിട്ടാണ് വന്നത്. കാര്യം എനിക്കും മെറിറ്റ് സ്കോർ ഈ ഏറ്റവും ടോപ്പിലുള്ളതിനെ കാട്ടി ടെക്നിക്കലി ഒന്നും കുറവാണ്. പക്ഷേ എനിക്ക് അതിനാണ് നല്ലൊരു പോസ്റ്റ് കിട്ടി. അതിനർത്ഥം നോൺ ടെക്നിക്കൽ ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു ഹാർട്ടാണ്. ആ നോൺ ടെക്നിക്കൽ നമ്മൾ സെറ്റാക്കിയാൽ മാത്രമേ നമുക്ക് ടെക്നിക്കലി നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെക്നിക്കൽ വേണ്ടെന്നല്ല, ടെക്നിക്കലും അത്യാവശ്യം ഈ വട്ടമൊക്കെ ക്വസ്റ്റ്യനുകൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഇത്. അങ്ങനെയുള്ളവർ തന്നെ ആയിരിക്കുമല്ലോ RRB ജെയ് നോക്കുന്നത്. അപ്പൊ അവർ ഈ നോൺ ടെക്നിക്കൽ പഠിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ആണ്, എത്രത്തോളം പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞതല്ലേ? അതെ. ഓക്കെ. പിന്നെ ടെക്നിക്കലും ഈ പറയുന്ന ഒരു 2ാമത്തെ ടയർ വരുമ്പോൾ അവിടെ ഉണ്ടല്ലോ ഒരു നോൺ ടെക്നിക്കൽ പാർട്ട്. ഉണ്ട്. അതിനകത്ത് ബയോളജി ഒഴിച്ച് നമുക്ക് സയൻസ്
കെമിസ്ട്രിയും ഫിസിക്സും ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉണ്ട്, എൻവയോൺമെന്റ് സ്റ്റഡീസ് ഉണ്ട്. അതാണ് ബേസിക് ആയിട്ടുള്ളത്. അത് 50 മാർക്കിന്, ബാക്കി 100 മാർക്കിന്. അത് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടർ ക്ലാസ് സാറിന്റെ ക്ലാസ് ആണ് മെയിൻ ആയിട്ട് റെഫർ ചെയ്യുക. സാറിന് എന്ന് നോട്ട് ആദ്യത്തെ ഞങ്ങൾ വന്ന ആ 2 മാസത്തിന് ഒരു ഫുൾ സാറ് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ആ നോട്ട് അതിനപ്പുറത്ത് നോട്ടൊന്നും അതിനകത്ത് നിന്ന് ഉള്ള ചോദ്യങ്ങളേ ഉള്ളൂ. വേറെ പുതിയതായിട്ട് തന്നെ ചോദ്യങ്ങൾ, ബേസിക് ചോദ്യങ്ങൾ, പിന്നെ ഈ ഫുൾ ഫോമുകൾ, അതുപോലുള്ള കാര്യങ്ങൾ. എൻവയോൺമെന്റ് ആണെങ്കിലും നമുക്ക് അറിയാവുന്നതും പിന്നെ കുറെ കൺവെൻഷനും ജനീവ കൺവെൻഷൻ അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സയൻസ് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ജെഇക്ക് സയൻസ്. റെയിൽവേ സംബന്ധിച്ചും സയൻസിന് നല്ല പ്രാധാന്യമുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നന്നായിട്ട് പഠിക്കണം അല്ലേ? അപ്പൊ അത് നമ്മുടെ അക്കാഡമിയെ സംബന്ധിച്ച് അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സയൻസിന്റെ നല്ല ഒരു ഫാക്കൽറ്റി ടീം അവിടെ ഉണ്ട്. അത് നമ്മുടെ കുട്ടികൾക്കും അത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. എനിക്ക് നിഖിലിനോട് ചോദിക്കാനുള്ളത് കുറച്ചൊന്നും ഇനി നമുക്ക് പെട്ടെന്ന് പേഴ്സണലിലോട്ടൊന്ന് പോകാം. അതായത് വീട്ടിൽ ആരൊക്കെയുണ്ട്, പിന്നെ വീട് എവിടാന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ വീട് എവിടെയാണ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുക. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്, പിന്നെ അന്നേരം ലക്ഷ്യം പറഞ്ഞ പോലെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കല്യാണം, ഇങ്ങനെ കാര്യം. അപ്പൊ എന്തായാലും ആ ഒരു കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഒന്ന് പോയി. എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, ഞാനുമാണ് ഉള്ളത്. അച്ഛൻ പോലീസിലായിരുന്നു വർക്ക് ചെയ്തത്, ഇപ്പോൾ റിട്ടയർ ആയിട്ട് 3 വർഷമായി. അമ്മ ഹൗസ് വൈഫാണ്. അനിയൻ ഇതുപോലെ ടെക്നിക്കൽ ഇതുപോലുള്ള ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, SSC പോലുള്ള ഫീൽഡിൽ പഠിച്ചുകൊണ്ട്. ഞങ്ങളുടെ വീട് കൊളക്കടയിലാണ്. കൊളക്കട ജംഗ്ഷനിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ലക്ഷ്യം കല്യാണമാണോ, അതോ അത് തമാശക്കടിച്ചതോ? അല്ല, ലക്ഷ്യമായിട്ടില്ല. അല്ല, കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇപ്പൊ ഒരു കോളേജിൽ പഠിപ്പിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ വല്ല വിഷയം ഉണ്ടായിരുന്നു? ഇപ്പൊ നമ്മുടെയാണ്, എനിക്ക് അതിനൊരു ഗ്രോത്ത് ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ടെക്നിക്കൽ ഫീൽഡിൽ ഇറങ്ങാൻ. ഈ സമയം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടത്തില്ല. അല്ലാതെ കറക്റ്റ് ഡിസിഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങളും ഇപ്പൊ ഞാനും അപ്പൊ അനിൽ സാറും ഒക്കെ ഞങ്ങളെല്ലാം കോളേജിൽ വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചും നമ്മളൊരു പർട്ടിക്കുലർ മൊമെന്റ് കഴിയുമ്പോൾ മനസ്സിലാക്കുകയാണ് നമുക്ക് ഇതാണ് നമ്മുടെ പാഷൻ. അപ്പൊ ആ പാഷൻ മനസ്സിലാക്കി അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ഡിസിഷൻ. അത് ഞാൻ അവിടെ അന്ന് ഗീതു മിസ്സുമായിട്ടും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു, നിഖിലെടുത്ത കറക്റ്റ് തീരുമാനമാണ്. വൈകിപ്പോയെങ്കിലേ ഉള്ളൂ, അല്ലാതെ നോക്കുവാണെങ്കിൽ കറക്റ്റ് തീരുമാനം തന്നെയാണ്. അപ്പോൾ ഈ ടെക്നിക്കൽ സബ്ജക്ട്സ് ഇപ്പം അത് എങ്ങനെ ബിടെക് ഉണ്ടായിരുന്നു, എംടെക് കഴിഞ്ഞായിരുന്നു. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ സബ്ജക്ട് ഏതായിരുന്നു? മെക്കാനിക്കൽ ആയിരുന്നു. മെക്കാനിക്കൽ. ഇപ്പൊ ഏതിലാ കിട്ടിയത്? അറബി ജെഇ ഏതാ കിട്ടിയത്? അതൊക്കെ ഒന്ന് പറയാമോ? കാരണം അതും അറിയേണ്ടതാണല്ലോ, എവിടെയാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത്, ആ സർവീസ് എന്നൊക്കെ ഒന്ന് പറയാമോ? ഇപ്പൊ ഞാൻ ഫുൾ മെക്കാനിക്കലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അറബിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് രണ്ടും എഴുതാൻ പറ്റും. അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് എൻ്റെ ഇതിൽ വെച്ചത് നമുക്ക് ഒരു പ്രിഫറൻസ് വെക്കാം. അപ്പൊ ഞാൻ ആദ്യം തൊട്ടേ പ്രിഫറൻസ് വെച്ച് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആദ്യം ICF വെച്ചിരുന്നത്, രണ്ടാമത് സദേൺ റെയിൽവേ വെച്ചിരുന്നത്, അതുപോലെ താഴെ ഡിസൈനാണ് ഫുള്ള് വെച്ചിരുന്നത്. ഒരു 5 എണ്ണം ഡിസൈനാണ് വെച്ചിരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആ ഫസ്റ്റ് ഇയറിന് മാർക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് ആദ്യം വെച്ചിരുന്ന തന്നെ ICF ഡിസൈൻ തന്നെ കിട്ടി. ICFൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ജോയിനിങ് കാര്യങ്ങളൊക്കെ ആയോ? ഇപ്പം ഇതിന്റെ പാനൽ വന്നു. ഇനി ജോയിനിങ് ഉടനെ കാണുമെന്നാണ്. പാനൽ വന്നു, അതിനകത്ത് ICF ആണ്. ഈ RRB JEE എക്സാമിന്റെ സ്റ്റേജുകൾ, അതായത് നിഖിൽ കടന്നുപോയ സ്റ്റേജുകൾ ഒന്ന് പറയാമോ? ആദ്യമായിട്ട് പോകുന്നവർക്ക് അതൊരു ഐഡിയ കിട്ടുമല്ലോ, എങ്ങനെയാണ് അതിന്റെ സ്റ്റേജുകൾ വരുന്നത്? ആദ്യം നമ്മൾ ഫസ്റ്റ് ടയർ എന്ന് പറഞ്ഞാൽ ബേസിക് സയൻസ്, മാത്സ്, റീസണിങ്, അതിൻ്റെയൊക്കെ ഒരു 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. അതിന് ബേസിക്കായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ICF ഡ്രോയിങ്, ICFൻ്റെ വർക്ക്ഷോപ്പ്, പിന്നെ സദേൺ റെയിൽവേ ഡ്രോയിങ്, സദേൺ റെയിൽവേ വർക്ക്ഷോപ്പ്, അങ്ങനെ കുറേ പോസ്റ്റുണ്ട്. 32 കാറ്റഗറി ഉണ്ട്. ഓരോ കാറ്റഗറിക്ക് ഓരോ കട്ട് ഓഫ് ആയിരിക്കും. അത് ഓരോന്നിനും ഓരോന്നായിരിക്കും. ഒന്ന് ഇലക്ട്രിക്കലിന് വേറെ ആയിരിക്കും, മെക്കാനിക്കലിന് വേറെ ആയിരിക്കും. ഓരോ കട്ട് ഓഫും വേറെ വേറെ കട്ട് ഓഫാണ്. അപ്പോൾ ഓരോ കട്ട് ഓഫും ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മൾ ഓരോന്നിനും ക്വാളിഫൈ ആകത്തുള്ളൂ. ബേസിക്കായിട്ട് അതാണ്. ഫസ്റ്റ് ഇയറിനകത്ത് ഈ മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, അതുപോലുള്ള ആ 100 മാർക്കിനുള്ള ചോദ്യങ്ങളാണുള്ളത്. അതിനകത്ത് ടെക്നിക്കലില്ല. അതുപോലെ അത് കഴിഞ്ഞ് പാസ്സാവുന്നവർക്കാണ് ടെക്നിക്കൽ പരീക്ഷ നടത്തുന്നത്. ടെക്നിക്കൽ പരീക്ഷയിൽ ആദ്യം 100 മാർക്ക് ടെക്നിക്കലും ബാക്കി 50 നോൺ ടെക്നിക്കലുമാണ്. 50-നകത്ത് എൻവയോൺമെൻറ്റ്, സയൻസ്, കമ്പ്യൂട്ടർ, ഇതുപോലുള്ള ബാക്കി 50 മാർക്കിന് അതുപോലുള്ള 10 മാർക്ക് അടുപ്പിച്ച് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി അതെല്ലാം ഉണ്ട്. ഇതെല്ലാമാണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നേരെ DVക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. DVക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ ആയിരിക്കും മെഡിക്കലിനും പോകുന്നത്. മെഡിക്കൽ ബേസിക്കലി ഒരു 5 ദിവസമെങ്കിലും ഇതിന് കാണും. നമ്മുടെ ബേസിക് സ്റ്റാൻഡേർഡ് A3ആണ്. അപ്പോൾ A3ക്ക് വേണ്ടി ഒരു 4-5 ദിവസം എന്തായാലും കണ്ണിന് ഒരു ദിവസം ഫുള്ളായിട്ട് എടുക്കും. പിന്നെ ബാക്കി എല്ലാം കൂടെ ഒരു 5 ദിവസം അടുപ്പിച്ച് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും.
അത് കഴിഞ്ഞിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ പാനലാണ്. അത് കഴിഞ്ഞ് പാനൽ വരും. പാനലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് എവിടേക്കാണ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നതാണ് പാനലിനകത്ത് വന്ന്. ഇത് കഴിഞ്ഞാൽ നേരെ അപ്പോയിൻമെൻ്റ് ആണ് പാനൽ കഴിഞ്ഞാൽ. ഇത്രയാണ് സ്റ്റേജുകൾ വരുന്നത് അല്ലേ. അപ്പൊ ഈ റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വെച്ച് പഠിക്കണം. ചിലപ്പം നമ്മുടെ വീഡിയോയുടെ ഒക്കെ താഴെ മിക്കപ്പോഴും കാണുന്നതാണ്, സാർ ഏത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം. സത്യത്തിൽ അങ്ങനെ വല്ല ഐഡിയ ഉണ്ടോ? ഇന്ന പർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ച് പഠിച്ചാൽ നമുക്ക് കിട്ടുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനല്ല, നമ്മൾ ബേസിക്കായിട്ട് ഇതൊരു ബേസിക് സാധനങ്ങൾ എപ്പോഴായാലും പഠിച്ചിരിക്കണം. ഇപ്പം 10 സബ്ജക്റ്റ് ഉണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ YCT എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പബ്ലിക്കേഷൻ്റെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അത് ഒരു 4 വോളിയം ഉണ്ട്. ഒന്ന് AEയുടെയും പിന്നെ ഒന്ന് JEയുടെയും. അത് ബേസിക്കായിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ബേസിക്കായിട്ട് എല്ലാം ചോദിക്കുന്നത്. എക്സ്ട്രാ അതിൽ നിന്ന് തന്നെ അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും സൊല്യൂഷനും എല്ലാം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കും. ഞാൻ മെയിനായിട്ട് RRBയുടെ ഈ YCT അത് മൊത്തം ഒന്ന് നല്ലോണം വായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൃണാൽ എന്നൊക്കെ പറയുന്ന കുറേ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. പിന്നെ അത് നമുക്ക് റെഫർ ചെയ്യാം, പക്ഷെ അതൊരു JEE ലെവലല്ല. എന്നാലും ഒരു എക്സ്ട്രാ എന്തെങ്കിലും നമുക്കൊരു എഫേർട്ട് എടുക്കണമെങ്കിൽ അത് വായിക്കാവുന്നതാണ്. മോക്കുകൾ ഇമ്പോർട്ടൻ്റ്. അത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ടെക്നിക്കൽ മോക്കുകളുണ്ട്. അത് നമുക്ക് പെർ ഡേ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അധികം ടെക്നിക്കൽ മോക്കുകൾ അവർ തരത്തില്ല. ഒരു 100-50 ഒക്കെ തരത്തുള്ളൂ. അത് നമ്മൾ ബേസിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. നമ്മൾ ചെയ്തത് പിന്നെ ഒന്നുകൂടെ എടുത്ത് ചെയ്യേണ്ടിയൊക്കെ വരും. എന്നാലും അത് നല്ലതാണ്. ഈ വട്ടത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രീവിയസ് ഇയർ അല്ലായിരുന്നു. കുറച്ചുകൂടെ നമുക്ക് അറിയണം. ബേസിക്കായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഈ വർഷം തന്നെ, ഈ വട്ടം തൊട്ട് ഈ വർഷം തന്നെ ചോദിക്കുന്നത്. കഴിഞ്ഞ വട്ടമൊക്കെ റെയിൽവേ ചോദിച്ചിരുന്നത് കുറച്ച് നാൾ മുന്നത്തെ ആയിരുന്നു. ഈ വട്ടം അപ് ടു ഡേറ്റ് ആയി. എന്ന് പറഞ്ഞാൽ ഇപ്പം മാർച്ചിലാണ് പരീക്ഷയെങ്കിൽ ഫെബ്രുവരി ജനുവരിയിലെല്ലാം കറണ്ട് അഫയേഴ്സ് ഒരു 4-5 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് എന്നല്ല, ഇങ്ങനെയുള്ള പല സോഴ്സസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഇപ്പം നിനക്ക് ചെന്നൈയിലാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അല്ലേ? ചെന്നൈയിലാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോ നാട്ടിലോട്ട് വരാൻ ഉള്ള ആഗ്രഹമാണോ, അതോ എങ്ങനെയാണ് ആ ഒരു അടുത്ത പ്ലാനുകളൊക്കെ ഒന്ന് പറയാം? അടുത്ത പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷം അടുപ്പിച്ച് അധികം അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് വേറെ എക്സാമുകൾ ട്രൈ ചെയ്യണമെന്നുണ്ട്, അടുത്ത വേറെ ലെവലുകൾ എക്സാമുകൾ. അത് റെയിൽവേയുടെ നോൺ ടെക്നിക്കൽ എക്സാംസിന് ഇപ്പൊ നല്ല പുലിയായി. എനിക്ക് മനസ്സിലായി. NTPC ഗ്രാജുവേറ്റ് കിട്ടിയില്ലായിരുന്നു. NTPC ഗ്രാജുവേറ്റ് കിട്ടി. CGL ഒക്കെ ട്രൈ ചെയ്തായിരുന്നു. അപ്പം ഈ ടെക്നിക്കലിൽ നിന്ന് മാറി വന്ന് നോൺ ടെക്നിക്കൽ നന്നായിട്ട് അങ്ങ് കയറിയല്ലേ, നന്നായിട്ട് അങ്ങ് പഠിച്ചു. ഓക്കെ, അത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ വളരെ അഭിമാനത്തോടെ കാണുന്ന, വളരെ ഇപ്പൊ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളെ നോൺ ടെക്നിക്കലി ഈ ഒരു ഏജിൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അക്കാഡമിക്ക് സാധിച്ചു, അല്ലെങ്കിൽ അക്കാഡമിക്ക് അത് ഭയങ്കര ഒരു കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിവേ എന്തായാലും റെയിൽവേ എക്സാംസ് നോക്കാൻ ഇപ്പോൾ എല്ലാ വർഷവും റെയിൽവേ എക്സാംസ് വിളിക്കുന്നുണ്ട് ഇനി മുതൽ. അപ്പം റെയിൽവേ എക്സാംസ് നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നിഖിലിനെ പോലുള്ള ആളുകളുടെ സക്സസ് അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് RRB JEE നോക്കുന്ന ആളുകൾക്ക്. അപ്പോൾ നിഖിലിനൊരു എല്ലാവിധ സക്സസും നിഖിൽ ഓണപരിപാടിക്ക് പറഞ്ഞതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുകയല്ലേ. അപ്പൊ അതുപോലെ തന്നെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.